ഷെഫേ, നമ്മളെന്തിനാ ഫുഡ് കുക്ക് ചെയ്യണത്? ഫുഡ് എന്തിനാ കുക്ക് ചെയ്യുന്നത്? അത് നിനക്ക് ഇതുവരെയായിട്ട് അറിയത്തില്ലേ? അല്ല, അങ്ങനല്ല. അതായത് ഈ ഫുഡ് നീ ഉദ്ദേശിച്ചത് എന്താ പറയാ, ഫുഡ് എന്തിനാണ് കുക്ക് ചെയ്യുന്നതോ എന്തിനു വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നാണോ? രണ്ടാമത് പറഞ്ഞേ അത്. കുക്കിംഗ് വഴിയായിട്ട് പ്രധാനമായിട്ട് രണ്ട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് ഫിസിക്കലി ആയിട്ടുള്ള മാറ്റങ്ങളും രണ്ടാമത് കെമിക്കലി ആയിട്ടുള്ള മാറ്റങ്ങളാണ് ആഹാരത്തിൽ സംഭവിക്കുന്നത്. കുക്കിംഗ് വഴിയായിട്ട് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ, അതായത് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ എല്ലാം നശിച്ചു പോകുന്നു. ആഹാരത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഡൈജഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ടേസ്റ്റ്, അതായത് പാലറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോമ, ഫ്ലേവർ ഇതെല്ലാം നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഹാരത്തിന്റെ ടെക്സ്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ് നമുക്ക് എന്താ പറയുക, വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള മിനറൽസും അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻ വാല്യൂ അതുവഴിയായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ തന്നെ കുക്കിംഗ് ചെയ്യുന്നത് വഴിയായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ചിക്കൻ കൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സലാഡിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചിനകത്ത് നമുക്ക് ഫില്ല് ചെയ്താം. വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് സെയിം സാധനം കൊണ്ട് കുക്കിംഗ് വഴിയായിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെ? അതും അതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നത്. അല്ല, ഞാൻ വിചാരിച്ചത് നീ ചോദിച്ചപ്പോ എന്തിനാണ് പാചകം ചെയ്യുന്നതാണ്. അല്ല, അങ്ങനല്ല. ഒബ്ജക്റ്റീവ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ മനസ്സിലായില്ല. ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള.